നമസ്കാരം. ഈ കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഇറാനെതിരായിട്ടുള്ള ആക്രമണം അമേരിക്കയും ഇസ്രായേലും തുടങ്ങിയത്. ആദ്യ ദിവസം തന്നെ ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനിയെ ഈ സംയുക്ത സേന വധിച്ചു. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഈ അയത്തുള്ള ഖമേനിയെ വധിക്കുന്നു. അതിനുശേഷം ഇറാന്റെ മനോവീര്യം തകരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ യുദ്ധം 4-ാമത്തെ ആഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നുണ്ട്, പിടിച്ചു നിൽക്കുന്നുണ്ട്. അയത്തുള്ള ഖമേനിക്ക് ഒരു പിൻഗാമിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ സൈന്യം മുന്നോട്ട് പോവുകയാണ്. ആ പിൻഗാമിയായ മൊജ്തബ ഖമേനിക്കും പരിക്കേറ്റിട്ടുണ്ടെന്നും അയാൾ ചികിത്സയിലാണ് എന്നുമൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇറാൻ ഈ നിമിഷം വരെയും അമേരിക്കയുടെ ആക്രമണങ്ങൾക്കെതിരെ പിടിച്ചു നിൽക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. മാത്രമല്ല, അവർ അമേരിക്കൻ ആക്രമണത്തിനെതിരെ ആദ്യ ദിവസം മുതൽ തന്നെ സമ്മർദ്ദതന്ത്രം ചെലുത്തുന്നുമുണ്ട്. ഇറാന്റെ സമ്മർദ്ദതന്ത്രത്തിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലും എത്രമാത്രം ആക്രമണം ഇറാനെതിരെ നടത്തുമോ ആ ആക്രമണങ്ങൾക്കെല്ലാം പ്രത്യാക്രമണം നടത്തുക ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും. ഇറാന് അവിടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, UAE ഇവിടങ്ങളിലൊക്കെയുള്ള അമേരിക്കൻ സൈനാ താവളങ്ങളെയാണ് ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് പറയുന്നതെങ്കിലും ഈ രാജ്യങ്ങളിലെ ജനവാസ മേഖലകളെയും ഇൻഫ്രാസ്ട്രക്ചറിനെയും ഒക്കെ ഇതിനോടകം തന്നെ ഇറാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞിരുന്നു. അമേരിക്കയെയും ഇസ്രായേലിനെയും പിന്തിരിപ്പിക്കാനായി ഈ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇറാന്റെ ആദ്യത്തെ സമ്മർദ്ദ തന്ത്രം. അത് ഏതാണ്ട് പാളിപ്പോയി എന്ന് തന്നെ പറയണം. അമേരിക്കയെയും ഇസ്രായേലിനെയും സമ്മർദ്ദത്തിലാക്കാൻ ഈ ഗൾഫ് രാജ്യങ്ങൾ തുനിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരു മുസ്ലിം രാജ്യത്തെ ആക്രമിക്കരുത് എന്ന ഒരു നിലപാടെടുക്കാൻ ഇത് വലിയ തടസ്സമായി മാറി. ഈ പറയുന്ന മുസ്ലിം രാജ്യങ്ങളെല്ലാം ഇറാൻ എതിരാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു സമ്മർദ്ദ തന്ത്രം, ഇറാന്റെ സമ്മർദ്ദ തന്ത്രം എന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള എണ്ണ ഗതാഗതത്തിന്റെ ഒരു വലിയ ഭാഗം നടക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ചൈനയും ഇന്ത്യയും അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഉപഭോക്തൃ രാജ്യങ്ങളിലേക്ക് ഈ എണ്ണ കടന്നു പോകുന്നത്, എണ്ണയും LPGയും LNGയും എല്ലാം കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ദിവസങ്ങളായി ഇറാൻ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുവഴി ഏതെങ്കിലും കപ്പലുകൾ വന്നാൽ അതിനെ കത്തിച്ചു കളയും എന്നാണ് ആദ്യഘട്ടത്തിൽ ഇറാൻ നിലപാടെടുത്തിരുന്നത്. പിന്നീട് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ കപ്പലുകളെ ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ നടപ്പാക്കി വരികയുമാണ്. ഇങ്ങനെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സ്തംഭിപ്പിക്കുക വഴി ലോകമെമ്പാടുമുള്ള എണ്ണ സപ്ലൈ ചെയിൻ അതിനെ മുറിക്കുക എന്നത് ഇറാൻ നടത്തിയ രണ്ടാമത്തെ സമ്മർദ്ദ തന്ത്രമാണ്. അത് ഏതാണ്ട് വിജയിച്ചിട്ടുണ്ട്. കാരണം ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനോടകം തന്നെ ഈ സപ്ലൈ ചെയിനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതായും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ ഇനി മൂന്നാമതൊരു സമ്മർദ്ദ തന്ത്രം കൂടി നടത്തുമോ എന്ന ഭയത്തിലാണ് ഈ രംഗത്തെ വിദഗ്ധർ ഇപ്പോഴുള്ളത്. അതായത് ഇറാന്റെ കയ്യിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽപാത മാത്രമല്ല, ഈ പശ്ചിമേഷ്യ, യൂറോപ്പ്, ഏഷ്യ തുടങ്ങിയ വൻകരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ലോകത്തെ ഈ പറയുന്ന പ്രദേശങ്ങളുമായി ഒക്കെ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇന്റർനെറ്റ് ഡേറ്റകൾ കടന്നു പോകുന്ന, അതിവേഗ ഇന്റർനെറ്റ് ഡേറ്റ കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ OFC കേബിളുകൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഈ സമുദ്രത്തിന്റെ അടിഭാഗത്തുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കേബിളുകളാണ്. ഈ കേബിളിനെ ആശ്രയിച്ചാണ് ഈ പറയുന്ന മേഖലകളിലൊക്കെയുള്ള ഒട്ടനവധി രാജ്യങ്ങളിലെ ഇന്റർനെറ്റ് സേവനം നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ദൈനംദിന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 1-2 മണിക്കൂറുകൾ പോലും ഇന്റർനെറ്റ് തടസ്സപ്പെടുന്നത് ലോകത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. ഈ ഒരു വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇറാന്റെ കയ്യെത്തും ദൂരത്താണ് ഇപ്പോൾ കിടക്കുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ഈ കേബിൾ കടന്നു വരുന്നത്. ഈ കേബിൾ മുറിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ ഇറാൻ ശ്രമിച്ചേക്കും എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതായത് യുദ്ധം അല്ലെങ്കിൽ സംഘർഷം ഉടനടി നിന്നില്ല എങ്കിൽ തീർച്ചയായും ഇറാനെതിരെ അതിശക്തമായ ആക്രമണം അമേരിക്കയും ഇസ്രായേലും നടത്തും. ആ ആക്രമണത്തിൽ തകർന്നു പോകും ഇറാൻ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അങ്ങനെ തകർന്നു പോകുന്നതിന് മുമ്പ് ലോകത്തിന് മുന്നിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഇനിയും ഇറാന്റെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ട് എന്നതാണ്. ആ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ രൂപത്തിലാണ് എന്നതാണ് ലോകം ഇപ്പോൾ ഭയപ്പെടുന്നത്. ഇങ്ങനെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ മുറിച്ച് ഇന്റർനെറ്റ് സേവനം ഇറാൻ തടസ്സപ്പെടുത്തിയാൽ ലോകമെമ്പാടുമുള്ള ബാങ്കിംഗ് സേവനങ്ങൾ, അതുപോലെ തന്നെ ഇന്റർനെറ്റ് അധിഷ്ഠിതമായ മറ്റ് ഓഹരി വിപണികൾ അടക്കമുള്ള മറ്റു പല സംവിധാനങ്ങളും, പ്രതിരോധ സംവിധാനങ്ങൾക്കടക്കം
വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലോകരാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ ആശങ്കയോടുകൂടിയാണ് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തെ കാണുന്നത്. അടിയന്തരമായി സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടും നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറയുന്ന ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ അടക്കം ഭീഷണി നേരിട്ട സാഹചര്യത്തിലാണ്. ഇറാൻ അങ്ങനെ ഒരു കടുംകൈയിലേക്ക് പോകുമോ എന്നറിയില്ല. പക്ഷേ അങ്ങനെ പോയാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് എണ്ണ പ്രതിസന്ധിക്ക് പുറമെ മറ്റൊരു വലിയ പ്രതിസന്ധി കൂടി സൃഷ്ടിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ രാജ്യങ്ങൾ നടത്തിവരികയുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.